പെട്ടെന്ന് കാണുമ്പോൾ അടുപ്പത്ത് പാല് വെച്ചേക്കുവാണെന്ന് തോന്നിക്കാം, പക്ഷെ അല്ല, ഇവിടെ ചവ്വരി വേവിക്കാൻ വെച്ചേക്കുവാണ്. ഈ ചവ്വരി നമ്മൾ വേവിച്ചെടുക്കുന്നത് പായസം ഉണ്ടാക്കാനായിട്ടല്ല, ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആണ് അശ്വതി. അപ്പൊ അശ്വതി ഉണ്ടാക്കിയ ഒരു മാംഗോ സാഗോ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഇവിടെ 3 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേ ആവശ്യത്തിന് പാലും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോഴേക്കും നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച ചവ്വരി റെഡി ആയി കഴിഞ്ഞു. പിന്നെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. അങ്ങനെ ഒന്ന് കഴുകിയെടുത്തപ്പോഴത്തേക്കും ചവ്വരി നല്ല കട്ട പിടിക്കാതെ കിട്ടി. നേരത്തെ തന്നെ അടിച്ചു വെച്ച ജ്യൂസിലേക്ക് ദേ ഒരു ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയും കൂടെ ഫ്രണ്ടിൽ അടിഞ്ഞു വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മാംഗോ സാഗോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ആളായിട്ടുള്ള മാംഗോ സാഗോ ഇവിടെ റെഡി ആയി കഴിഞ്ഞെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചേട്ടൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ വീണ്ടും അതിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ഈ മുട്ട പൊരിച്ച് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. പിന്നതേ പതിവ് പോലെ നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ജ്യൂസ്. മാംഗോ സാഗയുടെ ഒപ്പം തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് കഴിച്ചു നോക്കുവാണ്. അത് സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.